നമ്മൾ ഇവിടെയെല്ലാം കാട് പിടിച്ച് കിടക്കാൻ നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി പച്ചക്കറിത്തോട്ടം തുടങ്ങിയാലോ? നമ്മളിവിടെ പച്ചക്കറി നടാൻ കുറച്ച് തട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടെയെല്ലാം പച്ചക്കറി നടണം. നമ്മൾ കക്കിരി നടാനാണ് ഇവിടെ തട ആക്കിയേ. ഇവിടെ കോളിഫ്ലവറിൻ്റെ തൈ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതാണ് നടാൻ പോകുന്നത്. ചട്ടിയിലാണ് ഞാൻ കോളിഫ്ലവർ നട്ടു കൊടുക്കുന്നത്. വളമെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതാ ഞാൻ കോളിഫ്ലവർ നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ നനച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വഴുതനയും നട്ടിട്ടുണ്ട്. ഇനി ഞാൻ വെണ്ടയാണ് നടുന്നത്. വെണ്ടയ്ക്ക് ഒരു തടം പോലെ എടുത്തിട്ട് നിലത്താണ് നട്ടു കൊടുക്കുന്നത്. അപ്പം നമ്മൾ പയറും കയ്പയെല്ലാം നട്ടിട്ടുണ്ട്. നിലത്താണ് ഇതെല്ലാം നട്ടേ. അപ്പം പയർ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ പയറെല്ലാം മുളച്ചു കണ്ടതാണ്. ഇവിടെ ഞാൻ ചാലിൽ വെണ്ടത്തൈയും നടുന്നുണ്ട്. ഇവിടെ പച്ചമുളകൊക്കെ നന്നായി വളരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി ഉണ്ടായ കോളിഫ്ലവറൊക്കെ ഞാൻ നട്ടു കൊടുക്കുവാണ്. ഇവിടെ തന്നെ ഇല്ല വളമാണ് ഞാൻ ഇതിനെല്ലാം ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കയ്പക്കുരുവെല്ലാം നമ്മൾ ഈ ട്രേയിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ നിലത്ത് നടും. പയർ ആവുന്നുണ്ട്, വലുതാവുന്നുണ്ട്. അപ്പം നമ്മൾ പയറിന് വേലി കെട്ടി റെഡിയാക്കുവാണ്. പച്ചക്കറിയെല്ലാം ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പയർ ഇപ്പം ആദ്യം വിളവെടുത്തിട്ടുണ്ട്. ഇതാ എൻ്റെ കയ്യിൽ കുറേ പയർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറേ പയർ കിട്ടിയിട്ടുണ്ട്. നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ ആവുന്ന പയറിന് നല്ല ടേസ്റ്റുമാണ്, നല്ല പോഷകവും ഉണ്ടാവും. ഇപ്പോൾ വെണ്ടയെല്ലാം ആയിക്കൊണ്ടിരിക്കുവാണ്. തന്നെ ചെറുതായിട്ടുണ്ട്, ചീരയും ആവുന്നുണ്ട്. ഒരു വില്ല കക്കിരി ആയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് വീട്ടുമുറ്റത്ത് ഉണ്ടായി കിട്ടുന്ന പച്ചക്കറികളാണ്. അപ്പം നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ വിളവെടുപ്പുകളൊക്കെ ഇനിയും നടക്കാനുണ്ട്. എൻ്റെ പച്ചക്കറി തോട്ടം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.